ഹായ് ഫ്രണ്ട്സ്, RJ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കുറവ ദ്വീപിലേക്കാണ്. ആയതിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 550 പേർക്ക് മാത്രമേ ഒരു സ്ഥലത്തുനിന്ന്, ഇതിന് 2 എൻട്രി ഉണ്ട്, ഓരോ സ്ഥലത്തുനിന്നും 550 പേർക്ക് ഒരു ദിവസം പെർമിഷൻ ഉള്ളൂ. അങ്ങനെ 1100 പേർക്ക് ഇവിടെ പോകാൻ. കുറവ ദ്വീപിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരും. 950 ഏക്കർ ഏരിയയാണ്. 950 ഏക്കർ ഏരിയ കബനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതിൽ പിന്നെ മൊത്തത്തിലൊരു 13 കിലോമീറ്ററോളം നമ്മൾ റൗണ്ട് അടിച്ചു ചുറ്റി വരണമെങ്കിൽ 13 കിലോമീറ്റർ എടുക്കും. പിന്നെ അതിൽ1 കിലോമീറ്റർ ദൂരം മാത്രമാണ് സഞ്ചാരികൾക്കായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ നല്ല വനമായിട്ട് തന്നെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റയർ സ്പീഷ്യസിലുള്ള മെഡിസിൻസ്, അതുപോലെ 162ഓളം ഇനത്തിൽപ്പെട്ട ബേഡ്സ്, പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ചെറിയ ചെറിയ പിന്നെ ഓർക്കിഡ്സുകൾ, പിന്നെ പല വെറൈറ്റിയിലുള്ള ഓർക്കിഡ്സുകളുണ്ട്. അങ്ങനെ ജൈവ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പിന്നെ സ്ഥലമാണിത്. ഈ പിന്നെ സസ്യങ്ങളെക്കുറിച്ചും ജന്തുജാലങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. അങ്ങനെയുള്ള കൂണ്, തുമ്പി, ചിത്രശലഭം, പിന്നെ അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പല ഇതിന് സ്റ്റഡി പർപ്പസിനായിട്ട് വരുന്ന കുട്ടികളുണ്ട് ഒരുപാട്. പിന്നെ വിദ്യാർത്ഥികൾ, കോളേജ് സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ള വിസിറ്റേഴ്സ്. പിന്നെ കർണാടക, അതുപോലെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്നെ സ്റ്റഡി പർപ്പസിനായിട്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫാമിലി ആയിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഒരു 10-30 വർഷം അല്ലെ 40 വർഷം പുറകിലോട്ട് പോയാൽ നമ്മുടെ ഓരോ ചായപ്പീടികയുടെയും അല്ലെ പീടികയുടെയൊക്കെ തിണ്ണെ കാണുന്നൊരു ബെഞ്ചാണ്. അതിവിടെ എനിക്ക് കാണാൻ സാധിച്ചു. നമ്മുടെയൊക്കെ പഴയകാല ഓർമ്മകൾ അപ്പോൾ വരുന്നു. ഇത് പുഞ്ചവയലിലാണ് കണ്ടത്. ഞാൻ മീനങ്ങാടിക്കും സുൽത്താൻ ബത്തേരിക്കും ഇടയിലുള്ള കൊളകപ്പാറ എന്ന സ്ഥലത്ത് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് പുഞ്ചവയൽ വഴി ദാസനക്കര വഴി പാക്കം ചെന്നാണ് ഞാൻ ആദ്യം അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് ഞാൻ മാനന്തവാടി വഴിയാണ് വന്നത്. ഒരുപക്ഷെ ഇത് രണ്ടും ചേർത്ത് പുൽപ്പള്ളി റൂട്ടിലൂടെ ചെന്ന് കുറവ ദ്വീപിലെത്തുകയും കുറവ ദ്വീപിൽ നിന്ന് മാനന്തവാടി വഴി വരുന്നതും അപൂർവ ഒരു വീഡിയോ ആയിരിക്കാം ഇത്. മറ്റു വീഡിയോകളിലൊന്നും ഞാനിത് കണ്ടില്ല. അങ്ങനെ 2 എൻട്രികളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇത് പാക്കം എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഈ പാക്കം ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെയാണ് ഒരാളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം ധാരാളം ഇത്തരം ചെതൽപ്പുറ്റുകൾ കാണാൻ സാധിച്ചു. നമ്മളൊക്കെ കൊച്ചായിരിക്കുമ്പം പൂമ്പാറ്റ അമർചിത്ര കഥയിൽ ഒരു സുകന്യ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു രാജകുമാരി ഇത്തരമൊരു ചിതൽപ്പുറ്റ് കണ്ട് അതിൻ്റെ അത് തിളങ്ങുന്ന എന്താണെന്ന് അറിയാൻ ഒരു ചെറിയ കമ്പ് കൊണ്ട് കുത്തിയപ്പോൾ ഒരു മുനിയുടെ കണ്ണ് പൊട്ടിപ്പോയതും പിന്നീട് ആ മുനിയുടെ ജീവിതകാലം മുഴുവൻ ദാസിയായിട്ട് ചേർന്ന ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കമ്പെടുത്ത് കുത്താനൊന്നും പോയില്ല, എല്ലാം കണ്ട് കേട്ട് പോകുന്നുള്ളൂ. ഇനി കണ്ണി കുത്തിയിട്ട് ഞാൻ ആയുസ് കാലം അവിടെ ദാസനായിട്ട് കഴിയേണ്ട വന്നെങ്കിലോ എന്ന് പേടിച്ച്. നല്ല മലമ്പാമ്പുകൾ പോലെയുള്ള വള്ളിച്ചെടികൾ, അല്ലെ വള്ളി അത് വണ്ണം വെച്ച്, ഇതെല്ലാം കാടാണ്. ഈ അടിക്കാടൊക്കെ തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ദീർഘദൂരം കാണാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും മൃഗങ്ങളെ കാണുവാണെങ്കിൽ നിർത്തണമെന്ന്. നമ്മൾ നല്ല ഫ്രഷ് ആവി പറക്കുന്ന ആനപ്പിണ്ടം കാണാൻ സാധിച്ചു. അപ്പം ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുകയുണ്ടായി, ഒരു 100 മീറ്റർ ചുറ്റളവിൽ ആനക്കൂട്ടമുണ്ട്, അത്രയ്ക്കുള്ള നേരമേ ആയിട്ടുള്ളൂ. അങ്ങനെ നല്ല ഇല്ലിക്കൂട്ടവും ഒക്കെ ഉണ്ട് ഇവിടെ. ആനകളുടെ ഇഷ്ടഭക്ഷണമാണ് ഇല്ലി. ഇതൊരു എക്കോ ടൂറിസ്റ്റ് സെൻ്ററാണ് 100%. ഇവിടെ നല്ല ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ കുറവാദ്വീപിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളുമൊക്കെ. ഇവിടെ വർക്കിംഗ് ഡേയ്സ് ആയിട്ടും കുറേ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. കൂടുതലും നോൺ കേരളൈറ്റ്സ് ആണ്. ഇവിടെയൊക്കെ നല്ല ചിതൽപ്പുറ്റുകൾ കാണാൻ സാധിക്കുന്നു. ഇവിടെ റിവർ ബാത്തിങ് ഉണ്ട്, ബാംബൂ റാഫ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2023 ഓണ സമയത്താണ് ഇവിടെ വന്നത്. ഇവിടുത്തെ അന്നരത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 110 രൂപ, ഫോറിനേഴ്സിന് 200 രൂപ, സ്റ്റുഡൻസിന് 75 രൂപ. അത് സ്റ്റുഡൻസ് പ്രത്യേകിച്ച് കോളേജിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള അധികാരികളുടെ ലെറ്റർ ഹെഡിൽ അനുമതി പത്രം വാങ്ങിക്കൊണ്ട് വരേണ്ടതാണ്, എന്നാലേ നിങ്ങൾക്ക് കൺസെഷൻ കിട്ടുകയുള്ളൂ. ഇത് വൈദ്യുതി കമ്പികളാണ് എന്ന് പറഞ്ഞ് ഫുൾ വോൾട്ടേജ് അല്ല. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാൻ വേണ്ടി തോരണം കെട്ടിയിടുന്നത് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ തൊടാൻ പോകാതിരിക്കുക നല്ലത്, ഏതെങ്കിലും വിധത്തിൽ അത് ഓഫായിട്ടില്ലെങ്കിൽ. പക്ഷേ അത് സന്ധ്യ മുതൽ നേരം വെളുക്കുന്ന വരെ ഉള്ളൂ, രാത്രി കാലങ്ങളിലെ ഇടത്തോളെന്ന് ഇവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം കൃഷിയുണ്ട്. ഒരു നല്ല നേച്ചർ വാക്ക്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിന് അടുത്തുണ്ട് ഇത്രയും ദൂരം. ഇത് നമ്മൾ നടന്നു തന്നെ പോകണം. ഒരുപാട് മരങ്ങൾ നമ്മൾ കാണാത്ത, ഇത് ഞാറ എന്ന മരമാണ്. ഇത് ഉങ്ങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത്തരം ഒത്തിരി പേരുകളുണ്ട്, അല്ലെ മരങ്ങളുണ്ട്, നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തത്, സാധാരണക്കാർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ധാരാളം മരങ്ങളുണ്ട്. ഇതാണ് പുൽപ്പള്ളി പ്രദേശത്തു നിന്ന് വരുമ്പോൾ ഉള്ള കടവ്. ഒരു മുളഞ്ഞങ്ങാടം ഇങ്ങോട്ട് വരുന്നുണ്ട് സഞ്ചാരികളെ കൊണ്ട്. അതിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു സഞ്ചാരി വീൽ ചെയറിലാണ്, അല്ലാതെ ഒരു കട്ടിലിൽ അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയല്ല. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും നമുക്ക് അഭിനന്ദിക്കണം. മേല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല, തൻ്റെ വൈയായികളെ മറന്നുകൊണ്ട് ഉള്ള ജീവിതകാലം സന്തോഷമായിട്ട് കഴിയുന്നു. ഇത് മുളഞ്ചങ്ങാടാണ്, കംപ്ലീറ്റ് മുള ഒരു 2-3 ലെയറായിട്ട് അടുക്കിയതൊക്കെയാണ്. ഈ ഒഴുകുന്നത് കബിനി നദിയാണ്. ഇവിടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, അതെല്ലാം ഇട്ടേ നമുക്കിതിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ.
ഈ മുളഞ്ചങ്ങാടം വന്ന ശേഷം അടുത്ത കുറേ പേരായാലേ അവർ അക്കരയ്ക്ക് പോവുള്ളൂ, കുറവാ ദ്വീപിലേക്ക് പോവുള്ളൂ. ഇപ്പം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് ആൾ കുറവാണ്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ വെയിറ്റ് ചെയ്തതൊന്നും ഒരു നഷ്ടമല്ല. ഇതൊക്കെ കാണാനും പലതും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. ഈ കയറിലൂടെയാണ് ഈ മുളഞ്ഞങ്ങാടം അക്കരയ്ക്കര കൊണ്ടുപോകുന്നത്. സീറ്റുകളും എല്ലാം മുളയാണ്. അതുപോലെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവരകത്ത് അപ്പുറത്ത് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുതലകളൊക്കെ ഉണ്ട് ഈ നദിയിൽ. കിഴക്കോട്ടൊഴുകുന്ന മൂന്നാമത്തെ നദിയാണ് കബനി നദി. ഒട്ടും പ്രതീക്ഷിക്കാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു മരം ആറ്റുവഞ്ചി. ഇത്തരം ധാരാളം മരങ്ങൾ, അത് ഞാൻ ഒന്നുകൂടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ ഞാനും ഈ മുളഞ്ഞങ്ങാടത്തിൽ കയറുകയുണ്ടായി. നമ്മൾ തുടക്കത്തിൽ നമുക്ക് ആ ഉദ്യോഗസ്ഥൻ വിവരിച്ചു തന്നായിരുന്നു. 950 ഏക്കർ സ്ഥലത്താണ് ഈ കുറവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സംരക്ഷിത വനമേഖലയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്നാമത്തെ നദിയാണ് കബനി നദി. ചെറുതും വലുതുമായ 150ഓളം ദ്വീപുകൾ ചേർന്നാണ് കുറവാ ദ്വീപ് ആയത്, അല്ലെ കുറവാ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നോടൊപ്പം കുറച്ച് സഞ്ചാരികളും കയറി. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഒരു പ്രത്യേക ആക്ഷനിലൂടെ ഈ ചങ്ങാടം നീങ്ങുന്നത് ഈ കയറ് വഴിയാണ്. നമ്മുടെ കേബിൾ കാർ പോകുന്നത് പോലാണ് ഈ ചങ്ങാടം പോകുന്നത്. അല്ല ഊന്നിയോ തുഴഞ്ഞോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് നല്ല ഒഴുക്കുള്ളപ്പം തുഴയാൻ പറ്റിയല്ല. ഊന്നിയാൽ താഴെ പാറയൊക്കെ ആയതുകൊണ്ട് അതിനിടയിൽ കഴുക്കോലി എന്ന് പ്രശ്നമാകുന്നതുകൊണ്ടായിരിക്കും ഈ സിസ്റ്റം ഇവരിവിടെ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലെ വെള്ളപ്രദേശത്തൊക്കെ പലയിടത്തും കയറ് വഴി പിടിച്ച് വെള്ളം അക്കരയ്ക്കര കടത്താറുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഒക്കെ താന്നാണ്. മഴയുള്ളതുകൊണ്ട് ഒരുവിധം കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. വയനാട്ടിലെ കാഴ്ചകൾ 1-2 ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരാഴ്ചയെങ്കിലും എടുത്താൽ മുഴുവൻ നമുക്ക് പ്രധാന കാഴ്ചകൾ കണ്ടു തീർക്കാൻ സാധിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുറവാ ദ്വീപ്. ഇത് കുറേ ദൂരം ഉള്ളിലേക്ക് കയറിയാണ്. അപ്പം ഞാൻ പുൽപ്പള്ളി റൂട്ടിലാണ് വന്നത്. പാക്കം എന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. ആ റൂട്ടിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ വരികയുള്ളൂ. മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളത്തുനിന്ന് പാൽവെളിച്ചത്തുനിന്ന് 1 കിലോമീറ്റർ നടന്നാൽ നമുക്ക് ഇതിൻ്റെ മറുകരയിലെത്താം. ഞാൻ തിരിച്ചു പോകുന്നത് അതിലെയുള്ള കാഴ്ചകളും നമുക്ക് അതുകൊണ്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കുറവാ ദ്വീപിൽ എത്തിയെന്ന് തന്നെ പറയാം. ഇവിടെ ധാരാളം സഞ്ചാരികൾ ഉണ്ട്. ഈ ചങ്ങാടം കാത്തു നിൽപ്പുണ്ട്. എല്ലാവരും യൂണിഫോം പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടവരാണ്. NRIs ആണെന്ന് തോന്നുന്നു. കൊച്ചു കുഞ്ഞിനെ കയ്യിൽ ഏന്തിയവരുണ്ട്. ഇവിടെ ആദ്യത്തെ ഒരു മരം ഇരുമുള്ള്. ഇത് പ്രത്യേകം പറയുന്ന ഇരുമുള്ള് നമ്മളിവിടെ കണ്ടു. ഇനി നമ്മൾ കുറേ മുമ്പോട്ട് പോകുമ്പോൾ ഇരുമുള്ളി എന്നും പറഞ്ഞൊരു മരം. ഇത് രണ്ടും രണ്ടാണ്. ഇവിടെ ഒരു മുള കൊണ്ട് നിർമ്മിച്ച പാലമുണ്ട്. ഇവിടെ കെട്ടാൻ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചിരിക്കുന്ന അല്ലാതെ ഇവിടെ സിമൻറ്റോ ഇരുമ്പോ മറ്റ് യാതൊന്നും ഇല്ല. എല്ലാം പ്രകൃതിദത്തമായ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം. നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചെറു ദ്വീപുകൾ അടങ്ങിയതാണ് ഈ കുറവാ ദ്വീപ്. ഇവിടെ ഒരു കൂടാരത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിനാണ് ഈ മുളയെല്ലാം അവർ കീറിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് 800 മീറ്റർ ഉള്ളിലേക്ക് നടക്കണം. ആദ്യം അവിടുത്തെ ഉദ്യോഗസ്ഥൻ നമുക്ക് പറഞ്ഞു തന്നല്ലോ 13 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ 1 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചാരികൾക്ക് തുറന്നു തന്നിരിക്കുന്നത്. ഇതാണ് ആ കൂടാരം. പണി നടക്കുന്നേ ഉള്ളൂ. ഇവിടെ മുള കൊണ്ട് ബെഞ്ചും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഇലിപ്പ എന്നൊരു മരം, അതിനും ആറ്റ് ഇലിപ്പ എന്നാണ് പറയുന്നത്. ഇതിവിടെ മുള കൊണ്ട് തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ സൗകര്യപ്രദമായ രീതിക്ക്.
കുറച്ച് നോർത്ത് ഇന്ത്യൻ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അതിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടു. നിശബ്ദത പാലിക്കുക അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ധാരാളമുണ്ട്. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുമുണ്ട്. ലഹരി വസ്തുക്കൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ചേര് എൻ്റെ പിതാവും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്, ഇത് ചില നാളിൽ ഉള്ളവർക്ക് ഇതിൻ്റെ സമീപത്തൂടെ പോയാൽ ചൊറിഞ്ഞ് തടിക്കും. ആ ചേരാണ് ഈ ചേരെന്ന് ഞാൻ കരുതുന്നു. ആസ്വാദനം അനുവദനീയമായ പരിധിയിൽ മാത്രം ഒതുക്കുക. ഇവർ നിഷ്കർഷിച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നമുക്ക് അനുവാദമില്ല. ഒരു മൃഗങ്ങളുണ്ട്, അല്ലെ വെള്ളത്തിലാണെങ്കിലും മുതല ഉൾപ്പെടെയുണ്ട്, നല്ല ആഴമുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ധാരാളമുണ്ട്. വേലി മറികടക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടിക്കാടൊക്കെ തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കാടിൻ്റെ ഫീല് വരുന്നില്ല. ധാരാളം ചീവീടുകളും മറ്റ് പക്ഷിമൃഗാദികളും ഇവിടെയുണ്ട്. ആനകൾ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെയും. നല്ല ആകാശം മുട്ട നിൽക്കുന്ന മരം ഈട്ടിമരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ ആയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള മരമാണ്. ഇതാണ് ഓർക്കിഡുകൾ. ഇത്തരം ധാരാളം ഓർക്കിഡുകളുണ്ട്. ഇതൊക്കെ പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണെന്ന് അവിടുന്ന് പറഞ്ഞു. കോളി, നല്ല കാട്ടുവള്ളികളുണ്ട്, പെരുമ്പാമ്പ് പോലെ. ആറ്റിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരം. കുസൃതി പിള്ളേരൊക്കെ വന്നാൽ അല്ലെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഹരമാണിത്. അങ്ങനെ മൂത്താശാരി എന്ന മരം കാണാൻ സാധിച്ചു. ഇതൊന്നും ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ ഈ പ്രായത്തിനോട് ഈ ഒരു തടിയെപ്പറ്റി കേട്ടിട്ടില്ല. നല്ല വലിയ മരമാണ്. സാധാരണ ആശാരിമാരുടെ മുതിർന്നവരെ കാർന്നവന്മാരെയാണ് മൂത്താശാരി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മരമുണ്ട്. വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അത് കടപുഴകി വീണതൊന്നും മുറിച്ച് വിറ്റില്ല. അതെല്ലാം ഇവിടെ അതേപടി നിക്ഷേപിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്കൊക്കെ കാണുന്നതിനായിട്ട്. ഇവിടെയൊക്കെ വേലി മറികടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നദിയുടെ തീരത്തൂടെയാണ് നമ്മളങ്ങോട്ട് നടന്നു പോകുന്നത്. ഇവിടെ ഒരു മുള ബെഞ്ചൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. എടല എന്നൊരു മരം, കടലയല്ല എടലയാണ്. ഇത് നമ്മൾ മറ്റൊരു ദ്വീപിലേക്കാണ് ശരിക്കും കടക്കുന്നത്. ആ കൈത്തോട്ടിൽ വെള്ളമില്ലെന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇരുമുള്ളി. നമ്മൾ ആദ്യം കടവിറങ്ങിയോടത്ത് കണ്ടത് ഇരുമുള്ളാണ്. ഇത് ഇരുമുള്ളി. ഡേഞ്ചർ സോൺ, പനച്ചി. പണ്ട് മനോരമയിലൊരു കോളം ഉണ്ടായിരുന്നു. ഇടിഞ്ഞിൽ, ഇത് തിരുവല്ലയ്ക്കടുത്തൊരു ഇടിഞ്ഞില്ലമുണ്ട്. ഇതൊക്കെ നമുക്ക് പരിചിതമായ അല്ലാത്ത രീതിക്ക് പേരുകളാണ്. ഈ ഇടിഞ്ഞില്ലമൊക്കെ ഇങ്ങനെ ഇതിൽ നിന്നായിരിക്കാം ഉണ്ടായത് ഒരു പക്ഷേ. പൂച്ചമരം. ഇതിൽ കൂടുതൽ പൂച്ചയ്ക്ക് എന്ത് സന്തോഷം വരാനാണ്. ഇതെല്ലാം ഫോറസ്റ്റാണ്. യോദ്ധ സിനിമയിൽ ജഗതിച്ചേട്ടൻ പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾ, ഒരു 5-6 പേര് ചുറ്റിപ്പിടിച്ചാൽ കിട്ടുകയില്ലാത്ത മരങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ യാത്ര. കാരണം വനത്തിന് വനം, മുളഞ്ചങ്ങാടം, ദ്വീപ്, അങ്ങനെ എല്ലാം കൊണ്ടും പോകുന്ന ഒരു സഞ്ചാരിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വരാൻ സാധിക്കും. ഇതാണ് കാഞ്ഞിരം. നല്ല കയ്പുള്ള ഒരു മരമാണ്. ഇത് നല്ല തടിയാവുകയാണെങ്കിൽ ഇത് വലുതായ ഈ കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ വലിയ ഫേമസ് ആണ്. നടുവേദനയുള്ളവർക്കൊക്കെ സൗഖ്യം വരാൻ എളുപ്പമാണെന്നാണ് നാട്ടിലെ നാട്ടുപറച്ചിൽ. ഇവിടെയൊക്കെ മാറിയും മറിഞ്ഞും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്.
ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതൊക്കെ ഒരു മുട്ടറ്റത്ത് വെള്ളമേ ഉള്ളൂ. ഞാൻ പലയിടത്തും ഇറങ്ങിയായിരുന്നു. ഫോട്ടോഷൂട്ടിനും റീൽസ് ചെയ്യാനും ഒക്കെ നല്ല സ്ഥലമാണ്. വെഡ്ഡിങ് ഷൂട്ടും ഒക്കെ ചെയ്യാനായിട്ട് നല്ല വ്യത്യസ്തമായ ഒരു ആംബിയൻസാണ്. നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ പല സ്ഥലങ്ങൾ കാണുന്നത് പോലെ ഉണ്ട്. വെള്ളത്തിൻ്റെ എരമ്പലാണ് ഇവിടെയെല്ലാം. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത് പലയിടത്തും. എന്നാലേ പറഞ്ഞാൽ കേൾക്കത്തില്ല, അത്ര ശക്തമായ എരമ്പലാണ്. കിളികളുടെ ശബ്ദമുണ്ട്, അതുപോലെ ആനകളുടെ ചിന്നംവിളിയൊക്കെ നമുക്ക് ഇടയ്ക്ക് കേൾക്കാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വരുമ്പോഴൊക്കെ അവിടെയൊക്കെ ആനകളുടെ ശബ്ദം അല്ലെ ചിന്നംവിളിയുടെ ശബ്ദം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവെന്നും പറഞ്ഞ്. അപ്പം അത് ദ്രവിച്ചു പോയെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ വലിയ പൊത്തുകളൊക്കെ ഉള്ള മരങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ കോട്ടയംകാർ പറയുന്ന വെള്ളത്തിലാശാൻ എന്നാണ്. ഇതിന് മറ്റെന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. NRI പിള്ളേർക്കും ന്യൂ ജനറേഷൻ പിള്ളേർക്കും ഒക്കെ ഇതൊരു അത്ഭുത വസ്തുവായിരിക്കും. അതിൻ്റെ ശരീരം വെള്ളത്തിൽ തൊടുന്നില്ല. ഇതിലെല്ലാം നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ നടക്കാം. നല്ല ചരലാണ്, നല്ല ഉണ്ടച്ചരൽ, ചെറിയ ചരലുകൾ ഉള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെയാണ് നല്ല വഴുക്കലാണ്. അതാണ് അവർ അവിടെയെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ പണി പാളും, പണി കിട്ടും. ഇവിടെ ഈ മൈസൂറും ബാംഗ്ലൂരും എന്നൊക്കെ IT പിള്ളേർ ധാരാളം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അതുപോലെ പുഴയിലാണെങ്കിലും ധാരാളം മീനുകളും ഉണ്ടെന്നാണ് ഇവിടുത്തെ ആദിവാസികൾ പറഞ്ഞത്. ഇവിടെ എല്ലാം നല്ല വേരുകൾ പടഞ്ഞു നിൽക്കുകയാണ്. എത്ര കണ്ടാലും മതി വരാത്ത വയനാട്. അതിലെ ഒരു സുപ്രധാന കാഴ്ചയാണ് സ്ഥാനമുണ്ട് കുറവാ ദ്വീപിന്. നമുക്കിത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ കുറവാ ദ്വീപ് മിസ് ചെയ്യരുത്. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാനൊരു പ്ലാസ്റ്റിക് ഐറ്റം കണ്ടു. അത് മറ്റൊന്നുമല്ല, വേസ്റ്റ് ഇടാനുള്ളൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടം കൊണ്ട് അവർ പെർമിഷൻ ചുരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ല ഊഞ്ഞാൽ വള്ളിയുണ്ട്, നല്ല വലിപ്പമുള്ളത്.
നമ്മുടെ നാട്ടിൽ പറഞ്ഞ വടത്തിൻ്റെ വലിപ്പമുള്ള നല്ല ഒരു കൈ വണ്ണമുള്ള ഊഞ്ഞാൽ വള്ളികൾ കാണാൻ സാധിക്കും. ഇവിടെ ആന വെള്ളത്തിൽ കിടക്കുന്ന പോലെ പാറ തെളിഞ്ഞു നിൽക്കുന്നു. അതുപോലെ മുതലകളാണെങ്കിലും സഞ്ചാരികൾക്കൊന്നും ഇതുവരെ അപകടം സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം ധാരാളം മത്സ്യങ്ങൾ ഈ നദിയിലുള്ളതുകൊണ്ട് അവരുടെ വിശപ്പ് അടങ്ങുന്നുണ്ട്. ആറ്റിലെല്ലാം മരങ്ങൾ നിൽക്കുന്ന ഒരാറ്, ഒരു നദി. അല്ലെ, നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ നോക്കുമ്പം നദിയിലെല്ലാം മരങ്ങൾ, ഇത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. അത് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ ഇവിടെ വെള്ളം കുറയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഞങ്ങൾക്ക് സഹായകരമാണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് നമ്മുടെ ആ മെയിൻ പോയിന്റിലെത്തി. ഇവിടെ നിന്നാണ് ഇനി മാനന്തവാടി റൂട്ടിലേക്ക് നമ്മൾ തിരിയുന്നത്, അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ മറുവശത്തേക്ക്. ഇതാണ് കാര. നമ്മൾ വിചാരിക്കും മുഖത്ത് മാത്രമേ കാരയുള്ളെന്ന്. കുറവാദ്വീപിലുണ്ട് കാര. ഇത് മാനന്തവാടി ഭാഗത്തുനിന്ന് വരുന്നവരാണ്. അത് നമ്മൾ ചെന്ന് കയറുന്നിടം പാൽ വെളിച്ചം, അവിടുന്ന് കാട്ടിക്കുളം, കാട്ടിക്കുളത്തുനിന്ന് മാനന്തവാടി. നമ്മൾ ബസ്സിലോ അല്ലെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ അടുത്ത് വരുന്നത് പാൽ വെളിച്ചത്തോ ആണ്. പാൽ വെളിച്ചത്തുനിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. നമ്മൾ പാക്കം വഴി വന്നാൽ 3 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോറിക്ഷ പിടിച്ച് വരണം. ഇവിടെയൊക്കെ മുളമ്പാലങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഞാൻ ആ കരയിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയും വള്ളം വരണം, ഇനിയും മുളഞ്ചങ്ങാടം വരണം. ഈ കയറിലാണ് ഇതിൻ്റെ പിടുത്തം മുഴുവൻ. നല്ല വടമാണ്. അങ്ങനെ അവിടെ നിന്നുള്ള സഞ്ചാരികളുമായിട്ട് ആ ചങ്ങാടം വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ്. ഇത് നമ്മൾ അപ്പുറത്ത് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ കടത്ത് ചങ്ങാടമാണ്. വലിയ തുറന്ന അപ്പുറത്ത് കിടപ്പുണ്ട്. ആൾ കുറവായതുകൊണ്ട് അവർ ഇതെടുത്തന്നേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഊരുവാണ്. അങ്ങനെ ഞാനും ഇതിൽ കയറി. ഇത് നമ്മൾ ആൾ കയറിയപ്പോഴത്തേക്കിന് ചെറുതായിട്ട് ആ വെള്ളം നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. കാരണം 3-4 ലെയറുണ്ട് ഈ മുള. അതിന് മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതാണ്ട് വെള്ളം കാലയിലൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഇടിച്ച് തകരാനൊന്നുമില്ല, കാരണം ഫുള്ള് ഓപ്പണാണ്. ഒരു സ്ഥലത്തുനിന്ന് ഇതിന് 2 എൻട്രി ഉണ്ട്. ഓരോ സ്ഥലത്തുനിന്നും 550 പേർക്ക് ഒരു ദിവസം പെർമിഷനുള്ളൂ. അങ്ങനെ 1100 പേർക്ക് ഇവിടെ പോകാൻ പെർമിഷനുള്ളൂ. അത് കോടതി വിധിയാണ്. ഇവിടെ നമ്മൾ പുൽപ്പള്ളി പ്രദേശത്തുനിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഇവിടം. ഇവിടെ സ്റ്റെപ്പൊക്കെ കെട്ടി ഇറക്കിയിട്ടുണ്ട്. ഒന്ന് DTPCയുടെ കീഴിലും ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുമാണ്. നമ്മൾ
പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വന്നാലുള്ളൊരു ഗുണം അതാ, നമുക്ക് ഇതിലേ തിരിച്ചു പോകാം. അല്ലെ നമ്മൾ സ്വകാര്യ വാഹനങ്ങളിലാണ് വരുന്നെങ്കിൽ നമുക്ക് തിരിച്ച് അവിടെ തന്നെ ചെല്ലണം. മാനന്തവാടി ഭാഗത്തേക്ക് പോകുന്ന പാൽവെളിച്ചം എന്ന സ്ഥലത്തായി. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. ഈ സ്ഥലത്തിൻ്റെ പേര് പാൽവെളിച്ചം എന്നാണ്. പകൽ വെളിച്ചമല്ല, പാൽവെളിച്ചം. ഇത് പാൽവെളിച്ചം കാട്ടിക്കുളം റോഡ്. ഇവിടുന്ന് താഴേക്ക് പോകുന്നതാണ് കുറവാ ദ്വീപിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു അമ്മച്ചി മരിച്ചുപോയി, അതുകൊണ്ട് ബാനറും ഒക്കെ അവർ കെട്ടിയിട്ടുണ്ട്. നല്ല കണ്ടിട്ടില്ലാത്ത പൂക്കളുള്ള ചെടിയെ. ഇത് വനമേഖലയാണ്, പക്ഷേ ഇവിടം കുറച്ചുകൂടെ ജനനിബിഡമാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. നെൽവയലുകൾ, റബ്ബർ തോട്ടം, കൊക്കോത്തോട്ടം, കവുങ്ങും തോട്ടം, അങ്ങനെ ഇന്നതൊന്നുമില്ല, എല്ലാ കൃഷിയും ഇവിടെ വന്നാൽ നമുക്ക് കാണാം. ഇത് ആദിവാസികളുടെ കുടിലുകളാണ്. ഇവിടെ നമുക്ക് നേരിട്ട് പ്രവേശനമില്ല. ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.